പൊക്കും എന്ന് പറഞ്ഞ പടം കണ്ടു. ഇത് ഭയങ്കര റേറ്റിംഗും റിവ്യൂ ഒക്കെ കേട്ടൊരു പടമാണ്. എനിക്ക് തിയേറ്ററിക്കലി മിസ്സായി. ഇപ്പോൾ ഇത് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ത്യയിൽ ഞാൻ വിചാരിച്ചത് ആമസോൺ പ്രൈമിൽ ഉണ്ടാവുന്നതാണ്. കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കറൻ്റ്ലി അൺഅവൈലബിൾ ഇൻ യുവർ ലൊക്കേഷൻ എന്നാണ് കാണിച്ചത്. സോ ആമസോൺ പ്രൈമിൽ ഇല്ല. ഡിജിറ്റലി അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. ആൻഡ് എനിക്കൊരു ഒരു ഒരു ക്ലാസ് ഒരു വേറെ ലെവൽ സംഭവം എന്നൊന്നുമല്ല. എന്നാലും ഒരു ഒരു നല്ല ക്ലാസ് ഹൊറർ പടം. ഒരു ഒരു ക്ലാസിക് പടം കാണുമ്പോൾ ഒരു ഫീലില്ലേ? ആ ഒരു ടൈപ്പിലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവി ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ഒരു മിക്സ് ഓഫ് ഫോക്ലോറും മിക്സ് ഓഫ് ഒരു സൈക്കോളജിക്കൽ ഡ്രാമ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാധനം. ഭയങ്കര സ്ലോ പേസിലാണ് ഈ ഒരു പടം പോവുക. ഭയങ്കര മെല്ലെപ്പോക്കാണ്. പക്ഷേ നല്ല ഒരു അതിൻ്റേത് എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട് ഈ ഒരു പടത്തിന്. അതായത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ഒരു മേക്കിങ്ങിലായിക്കോട്ടെ, സൗണ്ട് ഡിസൈനിലായിക്കോട്ടെ, ഇവരുടെ പെർഫോമൻസിലായിക്കോട്ടെ, ഒരു ക്യാരക്ടറുടെ ആർക്കൊക്കെ ഇവർ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവയ്ക്കണം. മറ്റേ ആഡം സ്കോട്ട് നമ്മുടെ സെവറൻസിലൊക്കെ ആ ചങ്ങായിയാണ് ഇതിൽ മെയിൻ ലീഡ് ആക്ടറായിട്ട് വരുന്നത്. ആളുടെ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ നമുക്കിങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പടം പോവുക. ഒരു മെയിൻലി ഈ ഒരു പടം ചർച്ച ചെയ്യുന്നത് ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അസ്ഥി കലയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പണ്ട് താമസിച്ചിട്ടുണ്ട്. അവരുടെ ഹണിമൂൺ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്ന അയർലൻഡിലെ ഒരു ഹോട്ടൽ, അവിടേക്ക് വന്ന് താമസിക്കുന്ന ഒരു റൈറ്റർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ആളുടേതായ കുറേ ട്രോമാസ് ഉണ്ട്, പഴയ മെൻ്റൽ ട്രോമാസ് ഉണ്ട്. ഈ അച്ഛനും അമ്മയും വേർതിരിഞ്ഞ അല്ലെങ്കിൽ അച്ഛൻ അമ്മയ്ക്കുണ്ടായ കുറേ ഇൻസിഡൻറ്റ് അത് ഓൾറെഡി അങ്ങനെ പാസ്റ്റ് ലൈഫ് ഹോണ്ട് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ടാണ് മൂപ്പർ ഇവിടേക്ക് വരുന്നത്. ഇവിടെ ഓൾറെഡി വേറൊരു പ്രേതമുണ്ട്, വേറൊരു സൂപ്പർ നാച്ചുറൽ എൻറ്റൈറ്റി ഉണ്ട്, ഒരു ഫോക്ലോർ ഉണ്ട് അവിടെ. അവിടെ ഒരു പൊസസ്ഡ് ആയിട്ടുള്ള ഒരു കേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനൊരാളും കൂടി വന്നു കഴിയുമ്പോൾ എന്തൊക്കെ നടക്കും എന്നുള്ളതൊക്കെയാണ്. പല സമയത്തും നമ്മളിതിപ്പോൾ ഇങ്ങേർക്ക് തോന്നുന്നതാണോ അല്ലെങ്കിൽ ശരിക്കും അവിടെ ഉണ്ടോ? അപ്പോൾ ഒരു സൈക്കോളജിക്കൽ പ്ലസ് ഒരു സൂപ്പർ നാച്ചുറൽ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഒരു രസമുണ്ട് സിനിമ കാണാൻ. ആൻഡ് ഈ സിനിമയിൽ പറഞ്ഞ പോലെ അവിടെയൊക്കെ ആയിട്ട് കുറേ റെഫറൻസുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു ക്യാരക്ടർ ആർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. ഒരു മൾട്ടിപ്പിൾ സ്റ്റേജിങ് ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി ഈ ഒരു ക്യാരക്ടർ അഫക്റ്റ് ചെയ്യുന്ന കുറേ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അത് ഈ കുറേ ജംസ് കേസ് ആയിട്ട് സിനിമയിൽ കാണിക്കുന്ന കുറേ സാധനങ്ങൾ ക്യാരക്ടറിൻ്റെ അമ്മ അവിടെ ആയിട്ട് അപ്പിയർ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കും. അത് മൂപ്പർ ഓൾറെഡി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജിക്കൽ എഫക്റ്റാണ്. അതിൻ്റെ കൂടെയാണ് ഈ ഒറിജിനൽ പ്രേതം. സോ മനസ്സിലുള്ള പ്രേതവും ഒറിജിനൽ പ്രേതം കൂടി ഏത് നമുക്ക് അങ്ങോട്ട് മാറിപ്പോവും. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. അതാണ് ഈ സിനിമയെ എൻഗേജിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ഒരു വേറെ ലെവൽ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ട നമ്മുടെ ഒബ്സഷനും അതൊക്കെ പോലെ ഭയങ്കര യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു സ്റ്റാൻഡ് ഔട്ടായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ വയ്ക്കുന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു കണ്ട് വിട്ടു ആ ഒരു മോഡലുള്ള സാധനം ഓക്കെയാണ്, നല്ല നല്ല മേക്കിംഗ് ആണ്. കണ്ടു കഴിഞ്ഞു എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പക്ഷേ ഒരു മൾട്ടിപ്പിൾ വാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കണ്ടിട്ടുള്ള പല സാധനങ്ങൾക്ക് നമുക്ക് ഒന്നും കൂടി കത്തും. വേറെ രീതിയിൽ അല്ലെങ്കിൽ ഒരു വേറെ പേഴ്സ്പെക്റ്റീവിലൊക്കെ ആയിരിക്കും നമ്മൾ പിന്നെ കാണുക. ആ ഒരു മോഡിലുള്ളൊരു പടമാണെന്ന് പറയാം. പക്ഷേ ഇത് ഇപ്പോൾ ഈ ഒബ്സഷനൊക്കെ ഒട്ടുമിക്ക എല്ലാ ഓഡിയൻസിനും പറ്റും. ഇപ്പോൾ ഹൊറർ മാത്രമല്ല, അതിൻ്റെ ഒരു ജോണർ അങ്ങനെ അത് ആക്ച്വലി ഇത് ഹൊററല്ല, ഒരു സൈക്കോളജിക്കൽ മൂവിയാണ്. അപ്പോൾ ആ മോഡായതുകൊണ്ട് എല്ലാവർക്കും പറ്റും. പക്ഷേ അതുപോലത്തെ ഒരു പടമല്ല, അതൊന്നും പ്രതീക്ഷിച്ച് കാണരുത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഫോക്ലോർ സെറ്റപ്പിലുള്ള ഭയങ്കര സ്ലോ പേസിൽ പോകുന്ന എന്നാൽ ആ ഒരു അറ്റ്മോസ്ഫിയറിക് ഹൊറർ എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലുള്ളൊരു സാധനമാണ്. ആൻഡ് ഈ സിനിമ ഒരു 1.5 മണിക്കൂർ മാത്രം റൺ ടൈം ഉള്ളൂ. വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് കണ്ടു തീർക്കാം. ഐ തിങ്ക് കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റ് ഒരു പക്ഷേ ഇത് തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ കിട്ടിയാൽ ആ സറൗണ്ട് ആയിട്ടുള്ള സൗണ്ട് ഡിസൈനും എല്ലാം കൂടി വരുന്ന സമയത്ത് ആ ഒരു കിഡിലും വൈബ് കിട്ടിയാനെന്ന് തോന്നുന്നു. എനിക്ക് OTT കണ്ടപ്പോൾ ഒരു ഓക്കെ വാച്ചായിരുന്നു. അതിനപ്പുറത്തേക്കായിട്ടൊന്നും തോന്നിയില്ല. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്തപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. ഇത് എവിടെ കിട്ടുമെന്ന് ചോദിക്കേണ്ടത്. ഞാനീ പറഞ്ഞു ആമസോൺ പ്രൈം ഇന്ത്യയിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ കാണിക്കുന്നില്ല. ഡിജിറ്റലി കണ്ടുപോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.